ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹോസ്റ്റിന് മറ്റ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മൾ പറയാൻ പോകുന്ന ഒരു സെൽഫ് ഇവാലുവേഷനാണ്. സെൽഫ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ അറിയത്തില്ല, എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എന്തിനാണ് സെൽഫ് ഇവാലുവേഷൻ വന്നിട്ട് ഞാൻ ഇവിടെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സെൽഫ് ഇവാലുവേഷൻ നടത്തണമെന്നാണ് ഞാൻ പറയുക. കാരണം അത് നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടാനും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇവാലുവേഷൻ. നമ്മൾ സ്വന്തം ചെയ്താണല്ലോ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്വയം വിലയിരുത്തുക. യെസ്, അതാണ് എൻ്റെ കറക്റ്റ് പറയുന്നുണ്ടെങ്കിൽ സ്വന്തം വിലയിരുത്തുന്നതിനാണ് നമ്മൾ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സെൽഫ് ഇവാലുവേഷൻ നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമേ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതേ എൻ്റെ 5 നെഗറ്റീവ്സും എൻ്റെ 5 പോസിറ്റീവ്സും. യെസ്, ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 5 നെഗറ്റീവ്സ് ആണ്. എന്തൊക്കെയാണ് എൻ്റെ 5 നെഗറ്റീവ്സ്? അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസ് അധികം ആൾക്കാരും കാണാൻ കുറച്ച് പേരൊക്കെ കാണുന്നതിൽ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിനക്ക് ഇത്ര നെഗറ്റീവേ ഉള്ളൂ, ഇതിലപ്പുറം ഞങ്ങൾക്കറിയാലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. പോസിറ്റീവ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ. പക്ഷേ ഞാൻ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തുള്ള 5 നെഗറ്റീവ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നെഗറ്റീവ് എന്ന് വെച്ചാൽ അവർക്ക് വരുന്നൊരു മാനസികമായിട്ട് വരുന്നൊരു സാധനമാണ് ദേഷ്യപ്പെടൽ, അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന വികാരം. എനിക്ക് അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല. അതിൽ ഞാൻ വളരെയേറെ ഫെയിലിയറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ദേഷ്യം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ദേഷ്യം എന്നാൽ ഏത് ഇമോഷൻസ് വന്നാലും ഞാൻ പെട്ടെന്ന് കരയും. ദേഷ്യം വരുമ്പോഴും ഞാൻ, പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവ്സിൽ ദേഷ്യം വരുമ്പോൾ കരയാൻ പാടില്ല. കരയാതെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക. എന്ത് ദേഷ്യമാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക. അതിൽ ഞാൻ ഫെയിലിയർ ആവാറുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഒരിക്കലും സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ, എനിക്ക് എൻ്റെ ദേഷ്യത്തിൻ്റെ പീക്ക് ലെവലെത്തിയാൽ പോലും എനിക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. ഞാൻ അതിൽ ഫെയിലിയർ. കാരണം എന്തെങ്കിലും പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാനങ്ങ് കരഞ്ഞു പോകും. അത് എൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊന്നില്ലാതെ വിഷമമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എനിക്ക് എൻ്റെ ഒരു ഐഡിയൽ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ എനിക്ക് ഇഷ്ടം അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ വരാറില്ല. ബട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റത്തെ നെഗറ്റീവ് വരുന്നത്. രണ്ടാമത്തെ നെഗറ്റീവ് എന്നെ അറിയുന്ന കുറേ പേർക്ക് ചിലപ്പം എന്നിൽ തോന്നിയിട്ടുള്ളൊരു സാധനം കൂടി ആയിരിക്കും. കാരണം ഒരു കുറവുള്ള പോലെ ഏജ് അനുസരിച്ച് അങ്ങനെയല്ല, എന്നാലും മെച്യൂരിറ്റി നമ്മളൊരു സാഹചര്യം അനുസരിച്ചുള്ള ഈ വ്യക്തിക്ക് മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുന്നത് അങ്ങനെ തന്നെയാണ്. ചില സമയത്ത് ഞാനിങ്ങനെ സ്റ്റക്കാകാറുണ്ടല്ലോ, ഇവിടെ എന്ത് ചെയ്യണം, ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് കൺഫ്യൂഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം എനിക്ക് മെച്യൂരിറ്റി എനിക്ക് ഇച്ചിരി കുറവുള്ള പോലെ തോന്നും. പിന്നെ പറയാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ പെട്ടെന്ന് ഓപ്പൺ ആകുമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ച് നമ്മൾ അത്യാവശ്യം സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലപ്പം വിചാരിക്കും ജെൻഡർ വൈസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ അടുത്ത് സംസാരിച്ച് ഇപ്പോൾ എന്നോട് ഒരാൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ ഞാനും ചിലപ്പോൾ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചെന്ന് വരും. പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഓപ്പണായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല സത്യത്തിൽ. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു പോകും. അതെൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ അതിനൊട്ട് സ്ഥിരോത്സാഹം എനിക്ക് വളരെ കുറവാണ്. ഞാൻ ചിലപ്പം ആദ്യത്തെ 2 ദിവസം ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് എഫേർട്ട് ഇടും, ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷേ അത് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ സ്ഥിരോത്സാഹം കുറഞ്ഞ് വരാറുണ്ട്. നെഗറ്റീവ്, ഞാൻ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് അങ്ങനെ എഫേർട്ട് എടുക്കാത്ത ഒരാളാണ്. ആ ഒരു കാര്യം പറയുമ്പോൾ വേറൊരു സൈഡും കൂടി ഉണ്ട്. പക്ഷേ എൻ്റെ ഏത് അടുത്ത ബന്ധങ്ങൾ എടുക്കുകയാണെങ്കിലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എഫേർട്ട് എടുത്തിട്ട് നിലനിൽക്കുന്ന ബന്ധങ്ങളാണ് എൻ്റെ ലൈഫിലുള്ളത്. എൻ്റെ ഏത് ക്ലോസ് സർക്കിൾ എടുത്തിട്ടുണ്ടെങ്കിലും, അതിപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും വേറെ ഏത് ബന്ധമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ഇമോഷണലി ഒത്തിരി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ തന്നെ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ നിൽക്കും. പക്ഷേ എന്നോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരുടെ അടുത്ത് ഞാൻ നല്ല കണക്ഷൻ കീപ്പ് ചെയ്യും. അല്ലാതെ ഞാൻ എനിക്ക് ഇന്ന ഈ ഫ്രണ്ടിനെ ഞാൻ വിളിക്കണം, അല്ലെങ്കിൽ ഈ ഫ്രണ്ടിനെ മെസ്സേജ് അയക്കും, എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് വേണം എന്ന് ഞാനായിട്ട് പല സ്ഥലത്തും എഫേർട്ട് എടുക്കാറില്ല. അത് എൻ്റെ ഒരു വീക്ക് പോയിൻ്റ് ആയിരിക്കാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നെഗറ്റീവ്സ് വന്നിട്ടുള്ളത്. ഇതാണ് എനിക്ക് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു കേട്ടോ. ഇനി പറയാൻ പോകുന്ന പോസിറ്റീവ് കണ്ടുപിടിക്കാൻ ഞാൻ ഒത്തിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല, ഇനി എന്തൊക്കെ ഇനി പറയാൻ പോകുന്ന പോസിറ്റീവ്സ് എന്തൊക്കെ. അപ്പോൾ നമുക്ക് പോസിറ്റീവിൽ ആക്ച്വലി നമ്മൾ പോസിറ്റീവ് സൈഡിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ 5 പോസിറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ, നമുക്ക് സെൽഫ് എസ്റ്റീം കൂട്ടാനും ഒക്കെ ആയിട്ടും നമുക്ക് സെൽഫ് എസ്റ്റീം വേണമല്ലോ, ആത്മാഭിമാനം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ എന്നെക്കുറിച്ച് നല്ല മതിപ്പാണ്. അത് ചിലപ്പോൾ അഹങ്കാരം എന്ന് പറയായിരിക്കും, ജാടാന്ന് പറയായിരിക്കും, അങ്ങനെയൊക്കെ പറയാൻ സാധ്യത. അത് സെൽഫ് കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന പോലെ സെൽഫ് എസ്റ്റീം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എൻ്റെ പോസിറ്റീവ്സിനെ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഇമോഷൻ കരച്ചിലാണ് എന്ന് ഞാൻ ഈ അടുത്ത് കണ്ടായിരുന്നു. ഞാനതാണ് എനിക്ക് എന്തിൻ്റെ പീക്ക് ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, സന്തോഷമാണെങ്കിലും ഒക്കെ എനിക്ക് വരാൻ പോകുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് കരച്ചിലാണ്. ഞാൻ പെട്ടെന്ന് കരഞ്ഞു. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് കരയും. ദേഷ്യം വന്നാൽ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ എൻ്റെ നെഗറ്റീവിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേഷ്യം വന്നാൽ ഞാൻ കരയുമായിരുന്നു. ദേഷ്യം വന്നാൽ മാത്രമല്ല, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ പെട്ടെന്ന് കരഞ്ഞു. അത് പോസിറ്റീവ് സൈഡാണ്. ഇമോഷൻസിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് കരച്ചിലാണ്. അപ്പോൾ ഏറ്റവും കൂടെ ബ്രോഡ് മൈൻഡായിട്ട് ചിന്തിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് അങ്ങനെയാണെന്നല്ല, എന്നാലും ഇപ്പം ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവരുടെ ഒപ്പീനിയനെ ഞാൻ ഒരിക്കലും അങ്ങനെ തെറ്റാണെന്ന് അങ്ങനെയൊന്നും പറയാനായിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറില്ല.
അത് കുറച്ച് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് എന്നിൽ തോന്നിയിട്ടുണ്ട്. എനിക്ക് മീൻസ് അങ്ങനെ ട്രൈ ചെയ്യണം എന്നാണ്. കംപ്ലീറ്റ് അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇതാണ് ഇന്ന കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്താ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഓക്കെ എൻ്റെ ഒപ്പീനിയൻ ഇതാണല്ലേ, അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ഇതാണ് എന്ന് പറയാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അതായത് ഇതല്ല ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, അങ്ങനെ പറയാൻ താല്പര്യപ്പെടാറില്ല പൊതുവെ. പിന്നീടുള്ള പറയാൻ പോകുന്ന ഒരു പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ആരെയും ഹേർട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കാൻ ഞാൻ ട്രൈ ചെയ്യും, മനസ്സിലായത് കരുതുന്നു. എന്നെ ഒരാൾ ഹേർട്ട് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത എനിക്ക് വിഷമം വരും. എനിക്ക് ഒരാൾ എന്നെ ഹേർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല വിഷമം വരും. ഞാൻ ചിലപ്പോൾ കരയണം എന്നൊന്നുമില്ല ആ കാര്യത്തിൽ, പക്ഷേ അയ്യോ എനിക്ക് ഒരു മനവിഷമം വരുത്തില്ല നമുക്ക്. യെസ് ആ സാധനം എനിക്ക് വരാറുണ്ട്. അപ്പം ഞാൻ ഏതൊരു കാര്യം പറയാനാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, എനിക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരുമായിരിക്കും, പക്ഷേ എന്നാലും ഈ ഹേർട്ട് ചെയ്യുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാതിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ എനിക്ക് പല ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കും, ഇങ്ങനെ യോ അങ്ങനത്തെ ഫ്രണ്ട് സർക്കിളുണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഉള്ളൊരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, വിലയിരുത്തുക, അഭിപ്രായങ്ങൾ പറയുക, നമ്മൾ അറിയത്തില്ലേ എന്ത് ലോക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, അങ്ങനത്തെ ഇത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ ഇത്ര പാറ്റേൺ അല്ലെങ്കിൽ ഈ പാറ്റേണുള്ള ഫ്രണ്ട് സർക്കിൾ മാത്രമേ എനിക്കുള്ളൂ അല്ലെങ്കിൽ അത് മാത്രമേ അങ്ങനെയല്ല. എനിക്ക് തോന്നിയിട്ട് കുറച്ചും കൂടെ എൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്, എല്ലാവരുടെ അടുത്തൊന്ന് ഇടവഴിക്ക് പോകാൻ ഫ്ലെക്സിബിൾ ആണ്. ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് ഡ്രീം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നടക്കുന്നതാകാം നടക്കാത്തയാകാം, പക്ഷെ ചില സമയത്തൊക്കെ സ്വപ്നലോകം. അപ്പോൾ സ്വപ്നലോകം എന്നല്ല, ഇപ്പം എനിക്ക് ചില ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് ആ ഒരു നോവലായിട്ട് നമ്മൾ ജെല്ലാവുന്ന ടൈം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊരു ചിലപ്പോൾ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്വപ്നം കാണാനൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഞാൻ സ്വപ്നം കണ്ട കാര്യങ്ങൾ ഞാൻ അങ്ങനെ എന്താ പറയുക ഇമാജിൻ ചെയ്തതുപോലെ അല്ലെങ്കിൽ പോലും ഞാൻ ഇതിലുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് സ്വപ്നം കാണാൻ. നിങ്ങൾ ആരും സ്വപ്നം കാണില്ലെങ്കിൽ സ്വപ്നം കണ്ടു തുടങ്ങണം. അപ്പം നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങണം. സ്വപ്നം കാണാൻ നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, സോഷ്യൽ പഠിപ്പിച്ച്. പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കണ്ടേ, ആരെങ്കിലും സോഷ്യൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും അത് പുറത്തോട്ട് അങ്ങനെ നോക്കിയിരിക്കുന്ന പുള്ളിക്കാരി ചോദിക്കും പൂ കൊടുത്തോ. അങ്ങനത്തെ സ്വപ്നത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ലൈഫിനെ കുറിച്ച്, നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നതിനെ പറ്റി, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ സ്വപ്നം കാണണം, നമ്മൾ സ്വപ്നം കാണണം. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലരുടെ കാര്യത്തിൽ അത്ര ഓക്കെ ആയിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. സ്വപ്നം കാണാൻ ഏത് സ്വപ്നം കാണാൻ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുള്ള ആരും സ്വപ്നം കണ്ടത്, പക്ഷേ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലില്ലാത്ത കേട്ടിട്ട് പോലില്ലാത്തവർ നിങ്ങൾക്ക് എന്നാൽ പിന്നെ ശരി, പിന്നെ സ്വപ്നം കണ്ടേക്കാൻ വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ പറയുന്നത് കണക്ട് ആവുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. ആക്ച്വലി നിങ്ങൾ കമൻറ്റ് ചെയ്യണം, പറയുന്നത് കണക്ട് ആവുന്നുണ്ടോ ഇല്ലയോ. ചിലർക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ നല്ല മടിയുണ്ട്, അവരൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് സംസാരിക്കാറുണ്ട്. ഫൗസ്റ്റീന നീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് പേഴ്സണലായിട്ട് വന്ന് പറയാം, ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒക്കെ വന്ന് പറയാം. വാട്സാപ്പ് കോൺടാക്ട് ഇല്ലാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഐ ഡി നമ്മുടെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൊന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. നിങ്ങളുടെ സജഷൻസും എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ ഞാൻ ഇത്രയും ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ളത്, ഈ ചെറിയ വീഡിയോയിൽ സെൽഫ് ഇവാലുവേഷൻ ആയിരുന്നു. നിങ്ങളും സെൽഫ് ഇവാലുവേഷൻ നടത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. ദിസ് ഇസ് ഫൗസ്റ്റീന സൈനിങ് ഓഫ്.